السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തുടർച്ചയായി നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്തയാഴ്ചയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് ആനുകാലികമായ, തികച്ചും സാന്ദർഭികമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ മാന്യരായ ശ്രോതാക്കളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കണം എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മിൽ പല ആളുകളും ഇതിനകം അറിഞ്ഞിട്ടുണ്ടാകാൻ ഏറെ സാധ്യതയുള്ളതും ഒരുപക്ഷെ പലരും അറിഞ്ഞിട്ടില്ലാത്തതുമായ ഒരു വലിയ ചർച്ച നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാന പത്രങ്ങളെല്ലാം, മീഡിയകളെല്ലാം അത് സംബന്ധമായ ഗൗരവതരമായ ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഒരു വനിതാ ബില്ലിന്റെ കരട് രേഖ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടതാണ് വിഷയം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം അഥവാ 2010 നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള സാമൂഹ്യക്ഷേമ വകുപ്പ് സമൂഹത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരോഗതിക്കും ക്ഷേമത്തിനും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവിഷ്കരിക്കേണ്ടതെന്ന് ഒരു വ്യാപകമായ ഗഹനമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ആ കമ്മീഷന്റെ അധ്യക്ഷ പദവി ഏൽപ്പിക്കപ്പെട്ടതും ഏറ്റെടുത്തതും നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി അടങ്ങുന്ന ഒരു പാനൽ, ഒരു കമ്മീഷൻ നമ്മുടെ നാട്ടിലെ വനിതകളും ശിശുക്കളും കുട്ടികളുമൊക്കെ അനുഭവിക്കുന്ന
പ്രയാസങ്ങളും പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ പഠനം നടത്തിയിട്ട് അവരുടെയൊക്കെ പുരോഗതിക്കാവശ്യമായ വളരെയേറെ ഒരു നല്ല റിപ്പോർട്ടാണ് അവർ കാഴ്ചവെക്കുക എന്ന് വിചാരിച്ച കേരളത്തിന് തെറ്റുപറ്റുകയായിരുന്നു. 2010 നിയോഗിക്കപ്പെട്ട ഈ കമ്മീഷൻ ഈ 2011 മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്ന വനിതകളുടെയും കുട്ടികളുടെയും ഒക്കെ ക്ഷേമത്തിന് ആവശ്യമായ തന്റെ കമ്മീഷന്റേതായ കണ്ടെത്തലുകളുടെ ആകത്തുക മനുഷ്യത്വരഹിതമാണ്, ക്രൂരമാണ്, പ്രകൃതി വിരുദ്ധമാണ്, മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒന്നാമതായി 95 പിന്നിട്ട ഒരു വ്യക്തി ഇതിനെ ഏൽപ്പിക്കപ്പെടരുതായിരുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പക്വമായ ചിന്തക്കും നല്ല തീരുമാനങ്ങളൊക്കെ വരാൻ ഒരു പ്രായം, ആ പ്രായം അതിന് യോജിച്ചതല്ല എന്നാണ് ഈ വിനീതന്റെ അഭിപ്രായം. 95 വയസ്സ് പിന്നിട്ട കൃഷ്ണയ്യർ കൊണ്ടുവന്ന നിയമങ്ങൾ മുസ്ലിമീങ്ങൾക്കെന്ന് മാത്രമല്ല മനുഷ്യർക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. നമ്മുടെ കേരളത്തിൽ അത് നിയമമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആരെതിർത്താലും അത് ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു, എനിക്ക് ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യമേയില്ല എന്ന് അയാൾ ശക്തമായി തന്നെ പിടിവാശിയിലാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യന് പ്രായം കുറെ ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. ആയുസ്സിന്റെ പ്രായത്തിന്റെ അങ്ങേതലയിലേക്ക് തള്ളപ്പെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഫമിൻഹും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. ചില ആളുകൾ അങ്ങേയറ്റത്തെ പ്രായാധിക്യത്തിലേക്ക് തള്ളപ്പെടും. എന്താണ് ആ സമയത്തിന്റെ കുഴപ്പം? അങ്ങനെ വന്നാൽ മുമ്പ് അറിഞ്ഞത് പലതും അറിയാതെയായി പോകും. ശരിയായ ഓർമ്മ നിലനിൽക്കില്ല. നല്ല രൂപത്തിൽ പലതും ചിന്തിക്കാനാവില്ല. ഈ ഒരവസ്ഥയോളം എത്തിയ ഒരാളെ ഇക്കാര്യത്തിന് ഏൽപ്പിക്കപ്പെടരുതായിരുന്നു എന്നത് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ശരി, അതെന്തോ ആകട്ടെ സഹോദരങ്ങളെ, എന്താണ് വനിതകളുടെയും കുട്ടികളുടെയും പുരോഗതിക്കാവശ്യമായ നിർദ്ദേശങ്ങളടങ്ങുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടാൽ, അതും എങ്ങനെയുള്ള വ്യക്തി? ഒരു കാലഘട്ടത്തിൽ വിവിധ മന്ത്രിസഭകളിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന വ്യക്തി, നിയമമന്ത്രിയായിരുന്ന വ്യക്തി, സാമൂഹ്യക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തി, ഒരു കാലയളവിൽ കേരളത്തിലെ ഹൈക്കോടതിയിലെ ജസ്റ്റിസായി ന്യായാധിപനായി ജോലി ചെയ്ത വ്യക്തി, അദ്ദേഹത്തിൽ നിന്നാണ് ഈ പൊട്ടത്തരങ്ങൾ ഉത്ഭവിച്ചിരിക്കുന്നത്. എന്താണ് സംഗതി? വനിതകളുടെയും കുട്ടികളുടെയും ഒക്കെ ക്ഷേമത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഒരു കമ്മീഷൻ കൊണ്ടുവന്നാൽ എന്തിനാണ് നിങ്ങൾ അതിന് വലിയ ശബ്ദമിടുന്നത് എന്ന് പലരും ചോദിക്കുന്നു. ആലോചിക്കുക പ്രിയപ്പെട്ടവരെ, കുട്ടികളുടെയും വനിതകളുടെയും ഒക്കെ ക്ഷേമത്തിന് ഇന്നുള്ള പലരും നിയമങ്ങൾ കൊണ്ടുവരുന്നതിന്റെ മുമ്പ് അവരോട് വളരെ വിനയമായി പറയാനുള്ളത് ഇസ്ലാമിന്റെ ശരീഅത്തിനെ കുറിച്ചൊന്ന് പഠിക്കണം എന്നതാണ്. നമ്മളും പഠിക്കണം. ഞാൻ അതിനാണ് ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എന്താണ് മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്തതെന്ത്? മഹത്തായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിനോളം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ പഠിപ്പിച്ച ഒരു തത്വസംഹിത, ഒരു മതം ലോകത്ത് കാണാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. ഇതൊരു മുസ്ലിമായി എന്ന നിലക്കുള്ള ഒരു മുസ്ലിമിന്റെ കേവല അവകാശവാദമായി എന്റെ ശബ്ദം പിന്നീട് ശ്രവിച്ചേക്കാൻ സാധ്യതയുള്ള ഒരാളും മനസ്സിലാക്കരുത്. ഇത് ആർക്കും ചിന്തിച്ചാലും പഠിച്ചാലും നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ ഇസ്ലാമിനോളം സ്ത്രീകളുടെയും ശിശുക്കളുടെയും കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച ഒരു വ്യവസ്ഥ, ഒരു തത്വസംഹിത, ഒരു മതം വേറെ ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. പകൽ പോലെ പച്ച പരമാർത്ഥമാണ്.
ഇങ്ങനെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഇസ്ലാമികമായിട്ട് നിങ്ങൾ നിയമം നോക്കൂ. പലരും പറയുന്നു സ്ത്രീകളെ അടിച്ചമർത്തിയ മതമാണ് ഇസ്ലാം, സ്ത്രീകളെ പർദ്ദക്കുള്ളിൽ തളച്ചിട്ടു, അടുക്കളയുടെ 4 ചുമരുകൾക്കുള്ളിലെ കരിമ്പുകയേറ്റ് ശ്വാസം മുട്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ പാതിയായ സ്ത്രീകളുടെ പുരോഗമനത്തിന് കൂച്ചുവിലങ്ങിട്ട മതമാണ് ഇസ്ലാമെന്ന് പലരും ആക്രോശിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. വനിതാ വിമോചന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന് കണ്ട ഏക കുഴപ്പം പെണ്ണ് മാന്യമായി വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്നു എന്നതാണ്. അവർ കാണുന്ന വിമോചനവും സ്വാതന്ത്ര്യവും പെണ്ണ് അവളുടെ അരവയറും മാറും മുഴങ്കൈകളും അതുപോലെ തന്നെ നാഭിച്ചുഴി പോലും പുറത്തേക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് വഷളായ നിലക്ക് ആടിപ്പാടി നടക്കുന്ന ഒരു പെണ്ണിനെയാണ് സ്ത്രീ സ്വാതന്ത്ര്യവാദികൾ സ്വാതന്ത്ര്യമുള്ള പെണ്ണായി കാണുന്നതെങ്കിൽ ഇസ്ലാം അതവൾ പീഡിപ്പിക്കപ്പെടാനുള്ള കാരണമായിട്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഞാൻ ഇദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിൽ അടങ്ങിയ പൊള്ളവാദങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആൻ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ എത്രയാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്? പലർക്കും അത് അറിഞ്ഞുകൂടാ. സ്ത്രീകളെ ക്രൂരമായി തളച്ചിടുന്നു എന്ന് പറയുന്ന ആളുകൾ അറിയണം, സ്ത്രീകളോട് മനുഷ്യത്വപരമായി പെരുമാറിയ ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അല്ലാഹു അക്ബർ. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഏത് കാലഘട്ടത്തിലാണ് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനാകുന്നത്? അറേബ്യൻ സംസ്കാരം നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നമുക്കൊക്കെ സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസിയിലെ എല്ലാവർക്കും സുപരിചിതമായ സൂറത്തിൽ കേൾക്കാം, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അതേ ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ കാര്യം മഹ്ശറിൽ പ്രത്യേകം ചോദിക്കപ്പെടുന്ന സന്ദർഭം. എന്ത് പാപത്തിനാണ്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കുരുന്നു കൊല ചെയ്യപ്പെട്ടത്? പരിശുദ്ധ ഖുർആനാ ഓർമ്മപ്പെടുത്തുന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളിൽ ചിലരുടെ സംസ്കാരമാണ്. തന്റെ ഭാര്യ ഗർഭം ധരിച്ച് അവൾ പ്രസവിച്ചു കഴിഞ്ഞാൽ, പ്രസവിക്കപ്പെട്ട കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞു കഴിഞ്ഞാൽ, ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻതാ ലല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹുനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് സാഅ മാ യഹ്കുമൂൻ. അവരിൽ ഒരാൾക്ക് പെണ്ണിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കപ്പെട്ടാൽ, ജനിച്ചത് പെൺകുട്ടിയാണെന്ന് അറിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അതാ അവന്റെ മുഖം വാടുകയായി, മുഖം കറുത്തിരുളുകയാണ്, അവൻ കോപം അടക്കുകയാണ്. എന്നിട്ടവൻ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. നാണക്കേടാണ്, അവൻ അപമാനമാണ്. പെൺകുട്ടിയുടെ ബാപ്പയാണ്, പെണ്ണിന്റെ ബാപ്പയാണ്, പെൺകുട്ടിയുടെ ബാപ്പയാണ്. ആളുകൾ അറിയില്ലേ, അപമാനമാണ്. അവൻ വീട്ടിൽ ഒളിഞ്ഞിരിക്കുകയാണ്. താൻ കേൾപ്പിക്കപ്പെട്ട ഇക്കാര്യത്തിന്റെ അപമാനഭാരമോർത്തുകൊണ്ടവൻ വീട്ടിനകത്തൊളിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടവൻ ആ കാലയളവിൽ ചിന്തിക്കുന്നു. എന്താണ് അവൻ ചിന്തിക്കുന്നത്? സർവ അപമാനഭാരങ്ങളും പേറിക്കൊണ്ട് ഈ കുട്ടിയെ ജീവിക്കാൻ വിടണോ, അതോ ജീവനോടെ മണ്ണിലങ്ങ് കുഴിച്ചു മൂടണോ? ഇതാണ് ഈ രണ്ടിലൊരു ചിന്തയാണ് ആ മനസ്സിലുള്ളത്. അവര് വിധിക്കുന്നതും ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതുമൊക്കെ എത്ര മോശമായി പോയി. അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തുന്നു ആ കാലഘട്ടത്തെ സംബന്ധിച്ച്. സ്ത്രീകൾക്ക് ജനിക്കാൻ പോലും, അതേ ജനിച്ച് വളരാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ്. ഇത് ഗൗരവമാണ്, ഒരിക്കലും അരുതാത്ത പാതകമാണ്, പെണ്ണും മനുഷ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തി. മനുഷ്യ, നീ മരിച്ചു കഴിഞ്ഞാൽ ഇതിന് കണക്ക് പറയണം. കുരുന്നുകളെ നീ പിച്ചിച്ചീന്തിയിട്ടുണ്ടെങ്കിൽ, നീ അതിനെ കൊന്നുകളഞ്ഞിട്ടുണ്ടെങ്കിൽ, കുഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ കണക്ക് പറയേണ്ട കോടതിയിൽ ഗൗരവമായ ശിക്ഷയാണ് നിനക്കുള്ളതെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആയത്തിറങ്ങാൻ അതാണ് കാരണം. അവിടം മുതൽക്ക് തുടങ്ങി
പെണ്ണിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ പെണ്ണും ജീവിക്കണം എന്ന് പഠിപ്പിച്ചു. ഒന്ന് അവിടം കൊണ്ട് അവസാനിച്ചില്ല. ഒരു പെണ്ണിനെ ശരിക്കും വളർത്തി വലുതാക്കണം. ആ പെൺകുട്ടിക്ക് പ്രത്യേകം വിദ്യാഭ്യാസം കൊടുക്കണം. പെൺകുഞ്ഞിനെ പ്രത്യേകം പഠിപ്പിക്കണം. അത് തന്റെ അടിമയുടെ കാര്യമാണെങ്കിൽ പോലും. ഒരാളുടെ കീഴിൽ അന്ന് കുറെ അടിമകൾ ഉണ്ടാകുമല്ലോ. അക്കാലഘട്ടത്തിൽ അടിമ സ്ത്രീകളെ വെച്ച് പുലർത്തിയിരുന്ന യജമാനന്മാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് 2 പ്രതിഫലം കിട്ടാവുന്ന ഒരു കാര്യം പറഞ്ഞു തരുന്നു. 2 പ്രതിഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആരെക്കുറിച്ചാ പറഞ്ഞു കൊടുക്കുന്നത്? വറജുലുൻ കാനത് ഇൻദഹു അമതുൻ യതഉഹാ ഫഅദ്ദബഹാ ഫഅഹ്സന തഅദീബഹാ വഅല്ലമഹാ ഫഅഹ്സന തഅലീമഹാ ثم അഅതഖഹാ ഫതസവ്വജഹാ ഫലഹു അജ്റാൻ. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ മേന്മ മുസ്ലിമീങ്ങൾക്കും അറിയില്ല, മുസ്ലിമീങ്ങൾക്കും അറിയില്ല. നമ്മൾ പഠിച്ചു വെക്കണം. ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരുടെയെങ്കിലും കീഴിൽ ഒരു വൃത്യയായ പെണ്ണുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ആരെങ്കിലും അതാ സംസ്കാരം പഠിപ്പിക്കുന്നു, നല്ല സംസ്കാരമുള്ളവളാക്കി വളർത്തി, അതുപോലെ തന്നെ അവളെ പഠിപ്പിച്ചു, നല്ല നിലക്ക് പഠിപ്പിച്ചു, തന്റെ കീഴിലുള്ള അടിമ സ്ത്രീയാണ്. സുമ്മ അഅതഖഹാ, എന്നിട്ട് ആ പെണ്ണിനെ അടിമ സ്ത്രീ എന്ന രൂപത്തിൽ ജീവിക്കാൻ വിടാതെ അവിടെ നിന്ന് പുരോഗതിപ്പെടുത്തുന്ന നിലക്ക് അവരെ മോചിപ്പിച്ച് സ്വതന്ത്രയാക്കി. അങ്ങനെ സ്വതന്ത്രയാക്കിയിട്ട് ഫതസവ്വജഹാ, അവളെ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഫലഹു അജ്റാൻ, അയാൾക്ക് 2 കൂലിയുണ്ട്. അങ്ങനെ അടിമ സ്ത്രീകളുടെ കാര്യം സമൂഹത്തിൽ ഒരു വിലയില്ലാതിരുന്ന കാലാണ് അടിമ സ്ത്രീകൾക്ക്. ആ അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ പോലും നിങ്ങൾ അവരെ പഠിപ്പിച്ച് സംസ്കാര സമ്പന്നരാക്കി സ്വതന്ത്രരാക്കി വിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ അവരെ വിവാഹവും കഴിച്ചാൽ വലിയ കൂലിയുള്ള കാര്യം എന്ന് ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ചുകൊണ്ട് സ്ത്രീ കൂട്ടത്തിലെ സ്വതന്ത്രകളുടെ കാര്യം മാത്രമല്ല അടിമകളുടെ കാര്യം പോലും ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം പിന്നെ സ്വന്തം പെൺമക്കളുടെയോ സ്വന്തം സഹോദരിയുടെയോ സ്വന്തം ഭാര്യയുടെയോ കാര്യം ശ്രദ്ധിക്കണ്ട എന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു കാലഘട്ടത്തിൽ സ്ത്രീക്ക് സ്വത്ത് കൊടുക്കാത്തൊരു കാലഘട്ടമായിരുന്നു അന്ന്. പെണ്ണുങ്ങൾക്ക് സ്വത്തോഹരി ഉണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ മേന്മയും മഹത്വവും എത്രയാണ്. സ്വത്തോഹരി ഉണ്ടായിരുന്നില്ല. സ്വത്തോഹരി മുഴുവൻ ആൺകുട്ടികൾക്കായിരുന്നു. പെണ്ണുങ്ങൾക്ക് സ്വത്തുണ്ടായിരുന്നില്ല. പെണ്ണ് എന്നത് മനുഷ്യനാണോ പിശാച്ചാണോ എന്ന് വരെ ചർച്ചകൾ നടന്നിരുന്ന ഒരു കാലഘട്ടം. മനുഷ്യൻ തന്നെയാണോ ഇത്, അതോ ഇത് വല്ല പിശാച്ചാണോ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നു, ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂന വലിന്നിസായി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസറ നസീബൻ മഫ്റൂദാ. പുരുഷന്മാർക്ക് അവകാശമുണ്ട്. അവരുടെ അവർ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് അവർക്ക് അവകാശമുള്ളതുപോലെ സ്ത്രീകൾക്കും അവരുടേതായ ആളുകൾ വിട്ടേച്ചു പോയ സ്വത്തിൽ നിന്ന് അവകാശമുണ്ട്. എല്ലാവർക്കും ഉണ്ട് സ്വത്തോഹരി. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന് കിട്ടുന്നതിന്റെ പകുതിയാക്കി. അതെന്തേ? അത് അനീതിയല്ലേ എന്ന് കൂട്ടത്തിൽ സംശയം വരാം. ഇസ്ലാമിൽ സ്ത്രീക്ക് പകുതി പോലും വാസ്തവത്തിൽ വേണ്ടായിരുന്നു, ആവശ്യമില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ വലിയ അളവറ്റ കാരുണ്യമാണ്. പെണ്ണിന് ആണിനേക്കാൾ ആണിന്റെ പകുതിയെങ്കിലും നൽകിയല്ലോ. എന്താണ് കാരണം? ഒരു സ്വത്തും അവൾക്ക് നൽകപ്പെടാതിരുന്ന ഒരു കാലത്താണ് ഇത് സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ഒരു പെണ്ണ് ചെലവ് നടത്തേണ്ടുന്ന ഒരു മേഖലയും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ഒരു പെണ്ണ് കുടുംബം നോക്കിക്കൊള്ളണം, ഒരു പെണ്ണ് മക്കളെ നോക്കിക്കൊള്ളണം, ഒരു പെണ്ണ് ഭർത്താവിനെ നോക്കിക്കൊള്ളണം, ഒരു പെണ്ണ് കുടുംബം പോറ്റണം, വീടുണ്ടാക്കണം, മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചെലവഴിക്കേണ്ടുന്ന ഒരു ബാധ്യതയും വിവാഹിതയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ നിയമമില്ല. അവൾക്ക് പണം ചെലവഴിക്കേണ്ട ഒരു മേഖലയില്ല. അതുകൊണ്ട് കിട്ടുന്നതിനൊരു പോക്കറ്റ് മണി എന്നുള്ള നിലക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കേണ്ട ഒരു മേഖലയും ഇസ്ലാം അവരോട് നിർബന്ധിച്ചിട്ടില്ല. ചെലവഴിക്കേണ്ടത് മുഴുവൻ ആണുങ്ങളാണ്. അതാ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെക്കാൾ ചില പവർ ഉണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിടത്ത് വെറുതെയല്ല പവർ പറഞ്ഞത്. 2 കാരണങ്ങളാ പറഞ്ഞത്. എന്താണ്? അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ
ബിമാ ഫദ്ദലല്ലാഹു ബിഹി ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ ഇത്തിരി ഗ്രേഡ് കൂടുതലുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രകൃതിയായുള്ള ചില വിശേഷണങ്ങൾ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കുണ്ട്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. രണ്ടാമത്തൊരു പ്രത്യേകത, വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് അവരാണ് ചെലവഴിക്കേണ്ടത്. ആണുങ്ങളാണ് ചെലവ് നടത്തേണ്ടത്, പെണ്ണിന് ചെലവ് നടത്തേണ്ട ഉത്തരവാദിത്തമില്ല. ഇത് ഇസ്ലാം സ്ത്രീയോട് കാണിച്ച കാരുണ്യമാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ഇസ്ലാം ആദരിച്ചത് എത്രയാണ്? ഉമ്മയോടാണ് നിനക്ക് ഏറ്റവും കൂടുതൽ കടമ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോടതാ സ്ത്രീയാകുന്ന ഉമ്മയോടുള്ള കാരുണ്യത്തെ സംബന്ധിച്ച് വളരെയേറെ വാചാലമായിരിക്കുകയാണ് ദീനുൽ ഇസ്ലാം. ഇനി അതുപോലെ തന്നെ സ്വത്തവകാശത്തിൽ സ്വാതന്ത്ര്യം കൊടുത്തതുപോലെ തന്നെ ഒരു പെണ്ണ് നിർബന്ധിക്കപ്പെട്ട് വിവാഹം കഴിപ്പിക്കപ്പെട്ടുകൂടാ, ഇസ്ലാമിന്റെ നിയമമാണ്. പണ്ടൊരു കാലഘട്ടത്തിൽ സ്ത്രീകളെ ആരാണ് രക്ഷിതാക്കൾ ആർക്കും കെട്ടിച്ചു കൊടുക്കുമായിരുന്നു, ആരുടെ കൂടെയും അവൾ പൊറുക്കണമായിരുന്നു, അവൾക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നില്ല. അതേ അവസരത്തിൽ ഇസ്ലാം വന്നപ്പോൾ എന്തു പറഞ്ഞു? ഒരു പെണ്ണിന്റെ അനുവാദം കൂടാതെ ആ പെണ്ണിനെ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ പാടില്ല. ഒരു പെണ്ണിനോട് അനുവാദം ആരായണം? ഈ പുതിയ പിള്ളയെ, ഈ ഭർത്താവിനെ നിനക്ക് ഇഷ്ടമാണോ അല്ലേ എന്ന് അവളോട് സമ്മതമാരായണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കന്യകയായ പെൺകുട്ടിയാണെങ്കിൽ, ആദ്യമായി വിവാഹിതയാകുന്ന പെൺകുട്ടിയാണെങ്കിൽ ബാപ്പയോ ആങ്ങളമാരോ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നാണം കൊണ്ടവൾ സംസാരിച്ചില്ലെന്ന് വന്നേക്കാം. അത്തരം ഘട്ടങ്ങളിൽ അവളുടെ മൗനത്തെ നിങ്ങൾ സമ്മതമായി പരിഗണിക്കണേ എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേ അവസരത്തിൽ വിധവയായ രണ്ടാമതായി വിവാഹം കഴിക്കപ്പെടുന്ന പെണ്ണാണെങ്കിൽ മൗനസമ്മതം മാത്രം പോരാ, അവൾ വളരെ കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട്, എനിക്ക് സമ്മതമാണ്. അത്രത്തോളം പെണ്ണിന്റെ സമ്മതം നോക്കണം ഒരു ഭർത്താവിന് അവളുടെ മേൽ. അവൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അവളുടെ അഭിപ്രായം ആരായണം, അവളുടെ സമ്മതം ആരായണം എന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ശരീഅത്ത് ഇതിന് അനുവാദമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ നടന്ന വിവാഹത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കോടതിയിൽ കേസുമായി എത്തുന്നു. ഒരു സഹാബ വനിത നബി തങ്ങളുടെ കോടതിയിൽ കേസുമായിട്ട് എത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് പറയാനുള്ളത്, എന്റെ ബാപ്പ എനിക്കിഷ്ടമില്ലാത്ത ഒരാളെയാണ് എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നത്, ഞാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഓ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാം, വിവാഹം ഫസ്ഖ് ചെയ്യാം, ദുർബലപ്പെടുത്താം, പിരിഞ്ഞു പോകാം എന്ന് പറയുമ്പോൾ ആ സഹാബ വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. ഞാൻ ഏതായാലും ഒത്തുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു, പിരിയുന്നില്ല. പക്ഷേ അങ്ങയുടെ കോടതിയിൽ ഞാൻ ഈ കേസ് ബോധിപ്പിച്ചത്, ഇനി വരാൻ പോകുന്ന ഒരു പെൺകുട്ടിയും എന്നെപ്പോലെ കണ്ണുനീര് കുടിക്കാൻ ഇടവരരുത്, അതുകൊണ്ട് നിയമം എന്താണെന്ന് ലോകത്തെ അറിയിക്കാൻ തന്നെയാണ് ഞാനിത് പരാതിപ്പെടുന്നതെന്ന അർത്ഥത്തിൽ, ആശയത്തിൽ ആ മഹദി സംസാരിക്കുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തൊരു മതം, അത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തൊരു മതം. ആ മതത്തെ പറ്റിയാ പറയുന്നത്. ഒരു സ്വാതന്ത്ര്യവും ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്കില്ല. ഇനി ആരെങ്കിലും ഇസ്ലാമിന്റെ നിയമങ്ങളെ മനസ്സിലാക്കാതെ വളച്ചൊടിച്ചുവെങ്കിൽ അത് അവരുടെ മനസ്സിലാക്കലിന്റെ തകരാറായിട്ടാണ് കാണേണ്ടത്. കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് പെണ്ണിനെ പഠിപ്പിക്കണം, പെണ്ണിനെ സംസ്കാരമുള്ളവളാക്കണം എന്നാണ്. അതിൽ ആണിനെ പോലെ പെണ്ണുങ്ങൾക്ക് പറ്റാത്തതൊന്നും അവിടെ നിന്ന് പഠിപ്പിച്ച് തന്നിട്ടില്ല. അതേ അവസരത്തിൽ ഇത് മനസ്സിലാക്കാത്ത പല കക്ഷികളും നമ്മുടെ കേരളത്തിന്റെ തന്നെ ചരിത്രം ഒന്ന് പിറകോട്ട് മറിച്ചു നോക്കൂ. 1930കളിൽ കേരളത്തിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനം എന്നവര് പറയുന്ന ആ സമ്മേളനത്തിൽ ഒരു പ്രമേയം അവര് പാസാക്കി. എന്തായിരുന്നു പ്രമേയം? പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണ്.
പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല, അത് മക്റൂഹാണ്. ഇക്കാലഘട്ടത്തിൽ പല പല അപകടങ്ങളും ഉള്ളത് കൊണ്ട് അത് ഹറാമാകാൻ മാത്രമേ തരമുള്ളൂ. അങ്ങനെ ഹറാമാണെന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിൽ എത്രയോ കാലം അത് നിലനിന്നു. നിങ്ങൾക്കൊക്കെ പരിചയമില്ലേ? അത്ര വലിയ പിറകോട്ടൊന്നും ചരിത്രം പരിശോധിക്കണ്ട, അവനവന്റെ കുട്ടിക്കാലത്തിലേക്കൊന്ന് മടങ്ങി നോക്കൂ. എനിക്കോർമ്മയുണ്ട്, ഞാനും എന്റെ പെങ്ങളും സമസ്തയുടെ മദ്രസിൽ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിലെ സമസ്തയുടെ പൊതുപരീക്ഷ എഴുത്ത് പരീക്ഷ എഴുതിയിരുന്നപ്പോൾ എന്റെ പെങ്ങൾക്കതിന് അനുവാദമില്ല. സമസ്തയുടെ തീരുമാനമായിരുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. സമസ്തക്കാരുടെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തു നോക്കുക. 5ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുമ്പോൾ, പൊതുപരീക്ഷ 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സുമാണ് ബോർഡ് പരീക്ഷയുള്ളത്, സ്റ്റേറ്റ് പരീക്ഷ. ആ പരീക്ഷ എഴുതുമ്പോൾ ആൺകുട്ടികൾ പരീക്ഷ ചോദ്യം പേപ്പർ നോക്കിയിട്ട് ആൻസർ പേപ്പറിൽ എഴുതും. പെൺകുട്ടികൾക്ക് എഴുതാൻ പാടില്ല. ആൺകുട്ടികളൊക്കെ പരീക്ഷാ ഹാളിലിരുന്ന് എഴുതുമ്പോൾ മദ്രസയുടെ ഒരു മൂലക്കൽ, നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി കാർഡ്ബോർഡ് കൊണ്ടൊരു ചെറിയ മറയുണ്ടാക്കും പോലെ മദ്രസയുടെ ഒരു മൂലക്കലതാ ഒരു മറയുണ്ടാക്കുന്നു. ആ മറക്ക് പിന്നിൽ ഉസ്താദ് ഇരിക്കുന്നു. പെൺകുട്ടികൾ ഓരോന്നോരോന്നായി വിളിച്ചു വരുത്തുന്നു. ആൺകുട്ടികൾ എഴുതുന്ന അതേ ചോദ്യ പേപ്പർ നോക്കിയിട്ട് ഉസ്താദ് ചോദ്യം 1 എന്നിങ്ങനെ ചോദിക്കുന്നു. പെൺകുട്ടിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്നു. എഴുത്ത് പാടില്ല. ഇത് അധികമൊന്നും പോണ്ട. നമ്മുടെ കേരളത്തിന്റെ ചരിത്രമായി പറയുന്നത് അധിക കാലഘട്ടമായിട്ടില്ല. അതേ, അതിനവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഇല്ലാത്ത ഹദീസുകൾ വരെ ഈ സമുദായത്തിൽ പ്രചരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് പോലും, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. പെൺകുട്ടികൾക്ക് നിങ്ങൾ കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ അവർക്ക് സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ. അങ്ങനെ നമ്മുടെയൊക്കെ മദ്രസകളിൽ പെൺകുട്ടികൾക്ക് കയ്യെഴുത്തില്ല, അങ്ങനെ പരീക്ഷയില്ല. അവസാനം 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് പഠിച്ചു പാസ്സായി പുറത്തു പോകുമ്പോൾ സൂറത്തുന്നൂറിന്റെ പരിഭാഷ കൊടുക്കും പെൺകുട്ടികൾക്ക്. അപ്പൊ ഹദീസ് പറഞ്ഞതുപോലെയൊക്കെയായി, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത വഅല്ലിമൂഹുന്ന സൂറത്തന്നൂർ. ഒരു കാലഘട്ടം, ഇതൊന്നും അധികമായിട്ടില്ല. ഇത് ഇന്നത്തെ സമസ്തക്കാരോട് പറഞ്ഞ അങ്ങനെ ഒരാൾക്കും മറക്കാൻ കഴിയില്ല. നമ്മളൊന്നും ഇപ്പൊ അധികം വലിയൊരു കളവന്മാരായിട്ടില്ലല്ലോ, അല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നടന്നിരുന്ന സംഭവങ്ങളാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിൽ, ആരെങ്കിലും അങ്ങനെ മനസ്സിലാക്കിയെങ്കിൽ അത് ഇസ്ലാമിലെ താലിബാനിസമായിട്ട് ആരും കാണണ്ട. അത് അവരുടെ മനസ്സിലാക്കലിന്റെ കുറവാണ്. ഇസ്ലാം ഒരിക്കലും പറഞ്ഞിട്ടില്ല പെണ്ണിനെ കയ്യെഴുത്ത് പഠിപ്പിച്ചുകൂടാണ്. ഇവരന്ന് ന്യായം പറഞ്ഞത് പെൺകുട്ടികൾക്ക് കയ്യെഴുത്ത് പഠിപ്പിച്ച പല പല അപകടങ്ങളും കുഴപ്പങ്ങളും ആണ്. കുഴപ്പമൊന്നും പറയില്ലോ, കുഴപ്പങ്ങളും ഉണ്ടാവും. എന്താ കുഴപ്പം? പെണ്ണ് ലവ് ലെറ്റർ എഴുതി കളയുന്നതാണ്, പ്രേമലേഖനം എഴുതുന്നാണ്. മാത്രല്ല, കാലഘട്ടത്തിൽ രവി എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ പന്നിയങ്കരയിലെ സുലൈഖ എന്ന് പറയുന്ന പെൺകുട്ടിയെ നടുറോട്ടിലിട്ട് കുത്തിക്കൊന്നു. അവന്റെ കാമനിവൃത്തി വരുത്തിയ ബോഡിയിന്മേൽ കിടന്നുകൊണ്ട്. കേരളത്തിന്റെ ചരിത്രമാണ്. ചെറുപ്പത്തിൽ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അതെ, അന്ന് അത് സംബന്ധമായിട്ട് അന്നെന്താണ് പ്രചരിപ്പിക്കപ്പെട്ടത്? നമ്മുടെ സുലൈഖ രവിയിലേക്ക് കത്തെഴുതാൻ കാരണം കയ്യെഴുത്ത് പഠിപ്പിക്കപ്പെട്ടതിന്റെ ശർറല്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ അത് പറഞ്ഞവരൊക്കെ എവിടെ പോയി? ഇപ്പൊ എവിടെയുള്ളത്? ആ പ്രമേയം ഇന്നും പിൻവലിച്ചിട്ടില്ല, കുഴിച്ചു മൂടപ്പെട്ടിട്ടില്ല. പക്ഷേ ജനങ്ങളത് ചരിത്രത്തിലതാ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. അതാണ് കാലഘട്ടം. അപ്പൊ ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ, അന്ന് നമ്മുടെ പണ്ഡിതന്മാര്, അന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് തൊണ്ട കീറി കവലകൾ തോറും ആയത്തും ഹദീസും ഓതേണ്ടി വന്നു. പെണ്ണിന് പഠിക്കാം, പെണ്ണിന് എഴുത്ത് പഠിക്കാം എന്ന് പറയാൻ വേണ്ടി. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ, അങ്ങനെ ഒരു ചരിത്രം കേരളത്തിനോ? പുതിയ തലമുറ ചിന്തിക്കുന്നുണ്ടാകും. അതെ, അങ്ങനെ പല ജാഹിലിയത്തും പലരും ഇവിടെ സമുദായത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ വിവരക്കേടാണ്. അപ്പൊ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ തകരാറാണ്, ഇസ്ലാമിന്റെ തകരാറല്ല. അതുപോലെ ഇന്നും അതാ പലയിടത്തും ലോകാടിസ്ഥാനത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളികളിൽ ആരാധനക്ക് പ്രവേശനം അനുവദിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലതാ ഒരു കൂട്ടം ആളുകൾ ആരാധനക്ക് സ്ത്രീകൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് വിലക്കുന്നു. ഹറാമാണ് അവരുടെ ഫത്വ, ഹറാമാണ്. പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല.
അവർക്ക് തന്നെ തോന്നുന്നത് മോശമാണ്. അവസാനം പള്ളികളിലൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം, ചിലയിടത്ത് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം, വേറെ ചിലയിടത്തെ ബോർഡ് കൗതുകമാണ്. കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ പോകുമ്പോൾ പലയിടത്തും പല ബോർഡാ. ചിലയിടത്ത് സ്ത്രീകൾക്കുള്ള പ്രാർത്ഥനാ ഹാൾ, വേറെ ചിലയിടത്ത് സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം, വേറെ സ്ഥലത്ത് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ മദ്രസയിൽ സൗകര്യമുണ്ട്. ഇങ്ങനെയൊക്കെ പല ബോർഡുകൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അകത്തേക്ക് കയറണുണ്ട്. പെട്ടെന്നാണ് കയറിയാല് മുജാഹിദീങ്ങൾ പറഞ്ഞിട്ടാണ് തോന്നൂലേ, തൽക്കാലം ഇങ്ങനെ അറച്ചിങ്ങനെ നിൽക്കുകയാണ്. കേറണോ കേറണ്ടേ ഇവര് കയറും, സംശയമൊന്നും വേണ്ട. വനിതകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവരിക്കുന്നു. വനിതാ മാസികകളുണ്ട്, വനിതാ കോളേജുകളുണ്ട്, വനിതാ പ്രസിദ്ധീകരണങ്ങളുണ്ട്. മനസ്സിലാക്കണം, കാലഘട്ടത്തിന്റെ മാറ്റമാണ്. അപ്പൊ ആരെങ്കിലും ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വനിതകളെ തളച്ചിടുന്നു എന്ന് പറയുന്നവർ, ഇസ്ലാമിൽ സ്ത്രീയോട് ചെയ്ത കാരുണ്യം എന്താണ്? പെണ്ണുങ്ങൾക്ക് പുരുഷന്മാരെ പോലെ പള്ളി നിർബന്ധമാക്കിയില്ല. പെണ്ണ് പള്ളിയിൽ വന്നോളണം എന്ന് നിർബന്ധമില്ല. വന്നാൽ അവൾക്കും പുണ്യമുണ്ട്. മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസാ വഹുവ മുഅ്മിനുൻ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ വ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ആണാവട്ടെ പെണ്ണാവട്ടെ സത്യവിശ്വാസിയായ നിലയിൽ ആര് സൽക്കർമ്മം പ്രവർത്തിച്ചാലും അവന് അള്ളാഹു സൗഭാഗ്യപൂർണമായ ജീവിതം കൊടുക്കും. അവര് പ്രവർത്തിച്ചതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട നിലക്കുള്ള ഏറ്റവും മെച്ചപ്പെട്ട പ്രതിഫലം അവർക്ക് നാം പ്രതിഫലം കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് സൂറത്തുൻ നഹ്ലിലൂടെ റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവര് ചെയ്താലും കൂലിയുണ്ട്, പക്ഷെ അവരോട് നിർബന്ധിച്ചിട്ടില്ല. അവർക്ക് പല തടസ്സങ്ങളുണ്ട്, പല പോരായ്മകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ആണുങ്ങളെ പോലെ അവരോട് നിങ്ങൾ ജുമാക്ക് വന്നേ പറ്റൂ, ജമാഅത്തിന് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടില്ല. പോയാൽ നിസ്കരിച്ചാൽ അത് ഹറാമല്ല, അവർക്കും പ്രതിഫലമുണ്ട്. എന്നാൽ വിവരക്കേട് മാത്രം മുഖമുദ്രയായി കൊണ്ട് നടക്കുന്ന നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കൾ ഇപ്പോഴും പറയുന്നു പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഹറാമാണ്. അപ്പൊ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ആദ്യം പോയില്ലേ മുസ്ലിയാരെ? നബി തങ്ങളുടെ കാലത്ത് പോയില്ലേ? ഉടൻ മുസ്ലിയാന്മാരുടെ മറുപടി, പാവങ്ങളെ പറ്റിക്കാനുള്ള മറുപടി എന്താണ്? ഉടനെ പറയും, മൗലൈമാരെ നബി തങ്ങളുടെ ആദ്യ കാലഘട്ടത്തിൽ പോയി എന്നത് ശരിയാണ്. ആദ്യ കാലഘട്ടത്തിൽ സഹാബികൾ കള്ളും കുടിച്ചിരുന്നില്ലേ, പിന്നീട് ഹറാമാക്കിയില്ലേ? ഇതുപോലെ ആദ്യ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ പോയിരുന്നു, പിന്നീട് വലിയവരായത്തല്ല ഇറക്കി. ആ ആയത്തിന്റെ പേര് ഹിജാബിന്റെ ആയത്ത് എന്നാണ്. ആ ആയത്ത് ഇങ്ങോട്ട് ഇറങ്ങിയതോടുകൂടി പിന്നെ നബി തങ്ങളതാ പള്ളിയിലേക്ക് വരരുതെന്ന് പറഞ്ഞ് വിലക്കിയിട്ടുണ്ട്. ഇതാണ് ജനത്തെ പറ്റിക്കാൻ വേണ്ടി പറയാറുള്ള ഏറ്റവും വലിയ ഒരു കളവ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മനസ്സിലാക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പെണ്ണ് പള്ളിയിൽ പോകൽ നിഷിദ്ധമാക്കുന്ന ഒരായത്തും ഹിജാബിന്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ഇറങ്ങിയിട്ടില്ല. എന്താ കാരണം? നമ്മളെക്കാൾ ദീന് പഠിച്ചതാരാ? സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ ഭാര്യമാര്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാര്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞതിന്റെ ശേഷവും മദീനത്തെ മസ്ജിദുൻ നബവിയിൽ അതേ റമദാനിന്റെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കോളം അത് തടഞ്ഞിട്ടില്ല, വഫാത്താകോളം അത് തടഞ്ഞിട്ടില്ല എന്ന് ഉറപ്പല്ലേ? തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഹദിമാർക്ക് അത് തിരിഞ്ഞില്ലെന്നല്ലേ അർത്ഥം? പിന്നെ അവര് ഒരു വഖത്തിന് പോകുന്നത് പോയിട്ട് 10 ദിവസം പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടി ഇബാദത്തിൽ കഴിയലല്ലേ ഇത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ അതിനവര് തയ്യാറാകുമോ? ഇതൊക്കെ ആരോട് പറയാനാ? ഇതൊക്കെ ആരോട് സംസാരിക്കാനാ? പ്രമാണങ്ങളിൽ ഇതൊക്കെ നിലനിന്നിട്ടും ഇപ്പോഴും പറയാണ് പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, ഈദ്ഗാഹിലേക്ക് പോകാൻ പാടില്ല, ഹറാമാണ്. എന്നാലോ ജാറത്തിലേക്ക് പോയിക്കോട്ടെ, അവിടെ കൊടിയൊഴിയാം, അവിടെ നേർച്ചയിടാം, പലതിനും പോകാം, അതൊന്നും ഒരു വിഷയമല്ല. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ തകരാറല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമേയുള്ളൂ, സ്വാതന്ത്ര്യക്കേടില്ല. അവൾക്ക് രക്ഷയേയുള്ളൂ, അവളെ കഷ്ടപ്പെടുത്തലില്ല. അവൾക്ക് സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും കിട്ടുന്ന നിയമങ്ങളേയുള്ളൂ. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണ് ദ്രോഹിക്കപ്പെടാതിരിക്കാനുള്ള നിയമം ഇസ്ലാമിൽ മാത്രമാണ് ഉള്ളത്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ പെണ്ണ് ദ്രോഹിക്കപ്പെടരുത് എന്ന് പറഞ്ഞൊരു സ്ഥലമുള്ളത്. പെണ്ണ് ദ്രോഹിക്കപ്പെടരുത്. എന്താ അവൾ ദ്രോഹിക്കപ്പെടരുത് എന്ന് പറയാനുള്ള കാരണം പറഞ്ഞത്, പെണ്ണ് ദ്രോഹിക്കപ്പെടാതിരിക്കാൻ ഇസ്ലാം പറഞ്ഞ ഒറ്റമൂലി എന്താണ്? പെണ്ണ് മാന്യമായ വേഷം ധരിച്ച് പുറത്തിറങ്ങണം, ശരീരം മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തിറങ്ങണം. അവിടെ ഖുർആൻ 2 കാര്യങ്ങൾ പറയുന്നു.
അങ്ങനെ ധരിച്ച് പുറത്തിറങ്ങുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, മാന്യയായ പെണ്ണാണെന്നറിയപ്പെടും. രണ്ടാമത്തത് ഫലായുദൈൻ, പെണ്ണ് ദ്രോഹിക്കപ്പെടാതിരിക്കാനും അതാണ് വേണ്ടത്. ഇന്ന് സമൂഹത്തിൽ വലിയ ചർച്ചയാണ് സ്ത്രീപീഡന കേസുകൾ. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ, അവൾ ആക്രമിക്കപ്പെടുന്നതിന്റെ, അവൾ നശിപ്പിക്കപ്പെടുന്നതിന്റെ ഒട്ടേറെ കാര്യങ്ങളിലേക്കൊന്നും തലപുണ്ണാലോചിക്കേണ്ടതില്ല. എല്ലാ ആളുകളും അവരിൽ ഇസ്ലാമിലേക്ക് തീരെ എത്തി നോക്കിയിട്ടില്ലാത്ത ബുദ്ധിജീവികൾ പോലുമുണ്ട്. അവരും ഇന്ന് പറയാൻ തുടങ്ങി, പെണ്ണ് മാന്യമായി വസ്ത്രം ധരിക്കാത്തതാണ് അവൾ ദ്രോഹിക്കപ്പെടാൻ കാരണം. അതുകൊണ്ട് മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പഠിപ്പിച്ച ഏക മതം അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. അവളുടെ സൗന്ദര്യം പുറത്തേക്ക് കാണിച്ച് ഇങ്ങനെ നടക്കാനുള്ളതല്ല. കാമക്കണ്ണുകൾ കൊണ്ട് കൊത്തുവലിപ്പിക്കുന്ന നിലക്ക് ആ രൂപത്തിൽ ഇങ്ങനെ ടൈറ്റ് വസ്ത്രവും ധരിച്ചിട്ട് അന്യരെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കേണ്ടുന്നവളല്ല പെണ്ണ്. അടക്കവും ഒതുക്കവും വേണ്ടവളാണ് എന്ന് പഠിപ്പിച്ച് മാന്യതയുടെ കൃത്യമായ ഹിജാബാണ് അവർക്ക് ഇസ്ലാം നൽകിയത്. മാന്യതയുടെ മൂടുപടം, മാന്യതയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. ആ രംഗത്തൊക്കെയും എല്ലാം ഇനി ഒരു പെണ്ണ് ഗർഭിണിയായാൽ അവളെ നോക്കേണ്ട ഉത്തരവാദിത്വം പുരുഷനാണ്. വളരെയേറെ ശ്രദ്ധിക്കാൻ ഇസ്ലാം പറഞ്ഞു. വളരെ കൃത്യമായി അവൾക്ക് സമാധാനം നൽകാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രസവം നടന്നു കഴിഞ്ഞാൽ ആരുടേതാണോ സന്താനമെങ്കിൽ ആ വ്യക്തിക്കാണ് അക്കാലഘട്ടത്തിലെ മുഴുവനും ചെലവിന് കൊടുക്കേണ്ട ബാധ്യത. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുന്നു, അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണം. 2 വർഷം പൂർണ്ണമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ 2 വർഷം കൊടുക്കണം എന്ന് ഇസ്ലാം പറഞ്ഞു. ഏതേത് രംഗം നോക്കൂ നിങ്ങൾ, വനിതകളുടെയും ശിശുക്കളുടെയും ഒക്കെ പുരോഗതിക്കാവശ്യമായ സർവ്വ നിയമങ്ങളും, അതും കുറ്റമറ്റ നിയമങ്ങൾ. ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ദൈവീകമാണ്, മനുഷ്യനിൽ നിന്നുണ്ടായതല്ല. ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ടി വരില്ല. കാരണം അത് തൻസീലും മിൻ ഹകീമിൻ ഹമീദ്, എല്ലാത്തിനെ കുറിച്ചും അഗാധമായ ജ്ഞാനമുള്ള, എല്ലാവരുടെയും സ്തുതിക്കർഹനാകുന്ന റബ്ബിൽ നിന്ന് അവതീർണമായതാണ്. അല്ലാഹു പറയുന്നു, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. എന്തേ മനുഷ്യന്മാർ ഈ ഖുർആനിനെ പറ്റി പഠിക്കാത്തത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഈ ഖുർആനിനെ കുറിച്ച് എന്തേ അവർ പഠിക്കാത്തത്? എന്താണ് അവർ ചിന്തിച്ചു നോക്കാത്തത്? ചിന്തിച്ചു നോക്കിയാൽ അവർക്ക് കാണാം, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി, പടച്ച റബ്ബല്ലാത്തവരിൽ നിന്നാണ് ഈ നിയമങ്ങൾ വന്നിരുന്നതെങ്കിൽ ലവജദൂ, അവർക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാമായിരുന്നു, ഫീഹി, ആ ഗ്രന്ഥത്തിൽ, ഇഖ്തിലാഫൻ കസീറാ, ധാരാളക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ അവർക്ക് കാണാമായിരുന്നു. പക്ഷെ ഇന്ന് വരെ ഒരു കൊലകൊമ്പനും ഒരു ബുദ്ധിജീവി ചമയുന്നവരും ഒരു ബുദ്ധിശാലി ചമയുന്നവരും സാധ്യമായിട്ടില്ല ഖുർആനിലെ ഏതെങ്കിലും ഒരു നിയമം ബുദ്ധിപരമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വസ്തുനിഷ്ഠമായി കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് പറയാൻ സാധിച്ചിട്ടില്ല. എന്തും വീരവാദാർക്കും പറയാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത്രത്തോളം വളരെ കണിശമായി പഠിപ്പിച്ച ഒരു ഇസ്ലാം, ആ ഇസ്ലാമിന്റെ തത്വസംഹിതയും കൃഷ്ണയ്യർക്ക് വായിക്കാൻ കഴിയില്ലേ? ഇത്രയും കാലമായിട്ട് വായിക്കാൻ സാധിച്ചില്ലേ? മുസ്ലിമീങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചില്ലേ? ശരി, എന്താണ് ഇദ്ദേഹം എന്നിട്ട് കൊണ്ടുവരുന്ന നിയമം എന്താണ്? ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞത് എന്തിനാ? ഈ വ്യക്തി ഈ സമൂഹത്തിൽ നമ്മൾ വനിതകളുടെയും ശിശുക്കളുടെയും ഒക്കെ പുരോഗതിക്ക് എതിരാണെന്ന് ആരും പറയാതിരിക്കാനായി ആമുഖം പറഞ്ഞത്. ഇസ്ലാമിനോളം പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചൊരു മതമില്ല. അതൊന്നും ഇവിടെ ആരും മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമില്ല. മുസ്ലിമീങ്ങളെ ആരും അത് പഠിപ്പിക്കാനും വരേണ്ടതില്ല. പക്ഷേ ചിലരൊക്കെ മനസ്സിലാക്കി ഇവരിതിനെതിരായത് കൊണ്ടാണ് ഈ ബില്ലിനെ എതിർക്കുന്നത്. ഇതിനെ എതിർക്കുന്നത് ഇത് ഇസ്ലാമിന് മാത്രം എതിരല്ല, മനുഷ്യനെതിരാ, മനുഷ്യത്വത്തിനെതിരാ. എന്താണ് കൃഷ്ണയ്യർ സമർപ്പിച്ച റിപ്പോർട്ട്? മൂപ്പര് കാര്യമായിട്ട് ഇതിൽ പ്രശ്നം പറയുന്നത് നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന എല്ലാ രൂപത്തിലുള്ള മലിനീകരണങ്ങൾ, പ്രതിസന്ധികൾ, ദാരിദ്ര്യം, കഷ്ടപ്പാട്, രോഗങ്ങൾ, എല്ലാത്തിന്റെയും കാരണം എന്താ? കുട്ടികളേറെ ഉണ്ടാവലാണ്, ജനസംഖ്യയുടെ പെരുപ്പമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന നിയമം വരാൻ പോകണം. എല്ലാവരും മനസ്സിലായിക്കോളി, സ്ത്രീകൾ കേട്ടോളി. മൂന്നാമത്തെ നിങ്ങൾക്ക് പ്രസവിക്കണമെങ്കിൽ ഇനി കേരളത്തിൽ സ്വാതന്ത്ര്യം കിട്ടൂല, കേരളത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ നിയമം വരാൻ പോവാണ്. ഈ നിയമം നടപ്പിലായാൽ സംഭവിക്കാൻ പോകുന്നത്, ഒരൊറ്റ പെണ്ണും ഇനി മൂന്നാമതൊരു കുട്ടിയെ പ്രസവിക്കാൻ പാടില്ല. നിയമം വരാൻ പോകുക നമ്മുടെ കേരളത്തിൽ. പെണ്ണ് മൂന്നാമത് പ്രസവിച്ചുകൂടാ.
എന്താ കാരണം? ഇവര് പറയാണ് രണ്ടെണ്ണേ പാടുള്ളൂ, കേരളത്തിന് നയം വേണം, നാം രണ്ട്, നമുക്ക് രണ്ട്, അത്രേ പറ്റുള്ളൂ. മൂന്നാമത്തെ ഒന്നുണ്ടായാൽ ജയിലാണ്, ജയിലിൽ കിടക്കണം. 3 മാസം എന്ന് പറയപ്പെടുന്നു, 3 മാസം തടവാണ്. 10,000 രൂപ ചുരുങ്ങിയത് പിഴയും കൊടുക്കണം പെറ്റാലേ, മൂന്നാമത്തെ ഒന്ന് പെറ്റാൽ. പണ്ട് ഫിറൗൻ കുട്ടികളൊക്കെ കൊന്നുകളഞ്ഞിരുന്ന ഒരു കാലത്ത് ഉമ്മമാര് ഗർഭമുണ്ടായാ പേടിച്ചിരുന്നു, ഫിറൗനറ്റ് അറിഞ്ഞാൽ അത് കൊന്നുകളയോലോ. ഇതിന്റെ ഒരു പുതിയ ആവിഷ്കാരമാണോ? മൂന്നാമത്തെ കുട്ടിയെങ്ങാനും ഒരു പെണ്ണഥവാ ഗർഭം ധരിച്ചു പോയാൽ കേരള സർക്കാരിന്റെ പോലീസുകാരുടെ ബൂട്ടിന്റെ ശബ്ദം കേട്ടിട്ടല്ലാതെ, അത് കേൾക്കുമ്പോൾ ഞെട്ടി ഉണർന്നുകൊണ്ടല്ലാതെ ഒരു ഉമ്മാക്ക് മൂന്നാമത്തെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കുമോ? നമ്മുടെ കേരളത്തിൽ ഈ നിയമം വന്നാൽ സാധ്യമാവില്ല, സാധ്യമാവില്ല. നമ്മൾ മനസ്സിലാക്കണം. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പോലും ചരിത്രം പരതി നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാരുടെ 7 മക്കളിൽ ഒരാളാണ് അദ്ദേഹം. ബ്രിട്ടീഷുകാരുടെ നിയമത്ത് 1915 കൃഷ്ണയ്യർ ജനിക്കുന്നത്. അക്കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ഈ നിയമം കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ആദ്യ അച്ഛനും അമ്മയും ജയിലിൽ പോവുമായിരുന്നു. മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണോ? അതുകൊണ്ട് എല്ലാവരോടും നിർദ്ദേശം എന്താണ്? 2 കുട്ടികളിലപ്പുറം പാടില്ല. ഈ ജനസംഖ്യ കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്നാരാ ഇവരെ പഠിപ്പിച്ചത്? വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, പലർക്കും ഉണ്ട് അങ്ങനെ ഒരു തോന്നൽ. ഈ ചർച്ച വന്നപ്പോ പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി, കുറെ കയ്യിലും കാര്യമുണ്ട്. മുസ്ലിമീങ്ങളാ പറയുന്നത്, കുറെ കയ്യിലും കാര്യം. പണ്ട് നമ്മളൊക്കെ വാപ്പിയും ഉമ്മയൊക്കെ ഒരുപാട് നോക്കാതെ 10ഉം 12 ഒക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ നമ്മൾ കഷ്ടപ്പെടുന്നത് കാണുന്നില്ലേ? ഓ, കുഫറല്ലേ ആ പറയുന്നത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1 കുട്ടിക്കും 2 കുട്ടിക്കും 3 കുട്ടിക്കും ഒക്കെയും അന്നം കൊടുക്കുന്നത് ആരാ? നമ്മളാണോ? ഭർത്താവിന് അന്നം കൊടുക്കുന്നത് നമ്മളാണോ? ഭാര്യയ്ക്ക് കൊടുക്കുന്നത് നമ്മളാണോ? പരിശുദ്ധ ഖുർആൻ അന്ന് പറഞ്ഞു, ജാഹിലിയത്തിൽ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്ത്? തന്റെ കൂടെ ഭക്ഷണം കഴിക്കുമോ, തന്റെ ഭക്ഷണം കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ട്, ദാരിദ്ര്യം ഭയപ്പെട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊന്നിരുന്നൊരു കാലം. ഖുർആൻ പറഞ്ഞു അവരോട്, വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വയ്യാഹും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം കാരണം കൊന്നുകളയരുത്, നിങ്ങൾക്കും റിസ്ക് തരുന്നത് അവനാണ്, വയ്യാഹും, ആ കുട്ടികൾക്കും റിസ്ക് കൊടുക്കുന്നത് അവനാണ്. നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ കയ്യിലല്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്താ ഉറപ്പ്? നിങ്ങളല്ലല്ലോ, നിങ്ങൾക്ക് അന്നം തരുന്നത് അള്ളയല്ലേ. അതുപോലെ നിങ്ങളുടെ മക്കൾക്കും അന്നം കൊടുക്കുന്നവൻ അള്ളയാണ്. ഇനി ഇപ്പൊ ഭയമില്ല, ഭാവിയിലത്തെ ഭയം ആലോചിച്ചിട്ടും കൊല്ലണ്ട. ഖുർആനതാ മറ്റൊരു സ്ഥലത്ത് പറയുന്നു, വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. ദാരിദ്ര്യ ഭയത്തെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങളെ കൊന്നുകളയരുത്. അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നത് നാമാണ്. അവരെ എങ്ങാനും നിങ്ങൾ ഈ കാരണത്താൽ കൊന്നുകളയുന്നുവെങ്കിൽ കാന ഖിത്അൻ കബീറാ, അത് വലിയ അപരാധം തന്നെ. ഇസ്ലാം വളരെ ഗൗരവത്തോടെയാണത് പറഞ്ഞത്. ഒരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യു ദൻബി അഅ്ളം, ഏറ്റവും വലിയ പാപം ഏതാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ പടച്ച റബ്ബിന് സമനുണ്ടെന്ന് പറയലാണ്. നിന്നെ പടച്ച റബ്ബിനെ പോലെ കേൾക്കുന്നവരും കാണുന്നവരും കഴിവുള്ളവരും അറിവുള്ളവരും ഒക്കെ വേറെയും ഉണ്ടെന്ന നിലക്ക് അല്ലാഹുവോട് പ്രാർത്ഥിക്കും പോലെ മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുകയും അതേ പടച്ച റബ്ബിന്റെ മാത്രം വിശേഷണങ്ങളെ മറ്റുള്ളവർക്കും സങ്കല്പിച്ചുകൊണ്ട് നിന്നെ പടച്ച നാഥന് സമന്മാരെ നീ സങ്കല്പിക്കലാണ് ഏറ്റവും വലിയ പാപം. ഇതങ്ങ് പറഞ്ഞപ്പോൾ സ്വഹാബിയുടെ അടുത്ത ചോദ്യം, സുമ്മ അയ്യ, നബിയെ പിന്നേതാണ് വലിയ ഗൗരവമുള്ള പാപം? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ തഖ്തുല വലദക ഖശിയത അൻ യത്അമ മഅക, അതേ നിന്റെ സന്താനത്തെ നീ കൊന്നുകളയലാണ്. എന്തേ കാരണം? ഖശിയത, നീ പേടിക്കുന്നു, അൻ യത്അമ മഅക, ആ കുട്ടി കൂടി നിന്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ നീ ദരിദ്രനായി പോകും, നിന്റെ സമ്പത്ത് കുറഞ്ഞു പോകും എന്ന് പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിരുന്ന കാലത്ത് നബി തങ്ങൾ പറയുന്നു വലിയ ഗൗരവമാണ്. മൂന്നാമത്തെ കുറ്റമേതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻതുസാനി ഹലീലത ജാരിക, നിന്റെ അയൽവാസിയുടെ സഹധർമ്മിണിയുമായി വ്യഭിചരിക്കലാണ്. എല്ലാ രൂപത്തിൽ സമൂഹത്തിൽ നിലവിലുള്ള സർവ്വ അശ്ലീലതകളെയും മോശത്തരങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തു. നോക്കണം നിങ്ങൾ, ഈ നിലക്ക് സമൂഹത്തിലതാ മൂപ്പര് പറയാണ്, 2-ലേറെ സന്താനങ്ങൾ ഉണ്ടായാൽ വാപ്പി മീൻ ജയിലിൽ കിടക്കണം, പിഴയടക്കണം.
ആരെങ്കിലും ഇതിനെതിരെ സംസാരിച്ച അവനും ശിക്ഷയുണ്ട്. നോക്കണം, ഏതെങ്കിലും വ്യക്തിയോ, കരട് നിർദ്ദേശത്തിലുള്ളതാ, കൃഷ്ണയ്യരുടെ നിർദ്ദേശത്തിലുള്ളതാ, ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും സമുദായമോ ഇതിനെതിരെ ശബ്ദിച്ചാൽ അയാൾക്കും കനത്ത ശിക്ഷ നൽകണം. അതാണ് അടുത്ത നിർദ്ദേശം. മിണ്ടാൻ പാടില്ല. ഇതിനനുകൂലമായിക്കൊണ്ട് സന്താന നിയന്ത്രണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആരൊക്കെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുവോ അവർക്കെല്ലാം ഗവൺമെന്റ് റിവാർഡ് കൊടുക്കണം, അവാർഡ് നൽകണം. അടുത്ത നിർദ്ദേശം അതാണ്. മാത്രല്ല, ഇങ്ങനെ മൂന്നാമത്തൊന്നുണ്ടായി, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇത് കലക്കണ്ടേ? അബോർഷൻ നടത്തണ്ടേ? അതുകൊണ്ട് എല്ലാ ആസ്പത്രികളിലും ഗർഭഛിദ്രത്തിനുള്ള സൗകര്യം സൗജന്യമായി നടപ്പിലാക്കണം. കൃഷ്ണയ്യരുടെ 95-ാം വയസ്സിലെ തലയിലെ ചിന്തയാണ്. നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ. ഇത് നിസ്സാരമാണോ? അല്ലെങ്കിൽ തന്നെ കൊരങ്ങനെ ഏണി വെച്ചു കൊടുക്കുന്ന നിയമമല്ല ഇത്. ഇന്ത്യ രാജ്യത്ത് നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് ഭ്രൂണഹത്യ. ഭ്രൂണഹത്യ ഇവിടെ പാടില്ല. എന്നിട്ട് പോലും നമ്മുടെ സാംസ്കാരിക കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പലരും പറയുന്ന നമ്മുടെ സാക്ഷര കേരളത്തിൽ വരെ ഒരു കൊല്ലത്തിൽ 1.5 ലക്ഷം കുരുന്നുകളാണ് ഉമ്മയുടെ ഗർഭപാത്രങ്ങളിൽ വെച്ച് പിച്ചി കീറപ്പെടുന്നത്. മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന കണക്കൊന്നുമല്ല, മുസ്ലിമീങ്ങളെ കണക്കൊന്നുമല്ല, ആരോഗ്യ സെന്റർ വകുപ്പുകൾ പുറത്തുവിടുന്ന കണക്കാ. ഒരു കൊല്ലത്തിൽ നമ്മുടെ കേരളത്തിൽ 1.5 ലക്ഷത്തോളം ഭ്രൂണഹത്യ നടക്കുന്നുണ്ട്. എന്താ ഈ ഭ്രൂണഹത്യ? എന്താണ് ഈ ഭ്രൂണഹത്യ? എത്ര വലിയ ക്രൂരമായ ഏർപ്പാടാണ് പ്രിയപ്പെട്ടവരെ, എത്ര ക്രൂരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വലിയ ഭ്രൂണഹത്യ നടത്തിയ ഒരു വിദഗ്ധനുണ്ടായിരുന്നു, വിദഗ്ധനായ ഒരു ഡോക്ടർ. അയാൾ നടത്തിയ ഭ്രൂണഹത്യയുടെ കണക്ക് പറയപ്പെടുന്നത് 75,000-ഓളം കുരുന്നുകളെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പിച്ചി കീറിയിട്ടുണ്ട് ആ ഡോക്ടർ എന്നാണ്. 75,000-ഓളം ആളുകളെ ഭ്രൂണഹത്യ നടത്തിയ ആ ഡോക്ടർ ബെർണാഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അയാള് ക്യാൻസർ ബാധിച്ച് 84-ാമത്തെ വയസ്സിലാണ് അയാൾ മരിച്ചത്. അയാൾ മരിക്കുന്നതിന്റെ മുമ്പ് അയാൾക്ക് വലിയ പശ്ചാത്താപം ഉണ്ടായിരുന്നു എന്നാണ്. അവസാന നാളുകളിൽ അയാൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞിരുന്നു എന്നാണ്. അയാൾക്ക് ഇടയ്ക്കിടെ ആഘാതമുണ്ടായിരുന്നു എന്നാണ്, വല്ലാത്ത മനപ്രയാസമുണ്ടായിരുന്നു എന്നാണ്. എന്താ കാരണം എന്നറിയോ? ഇയാൾ നടത്തിയിരുന്ന ഈ പരിപാടി ഇയാൾ ഒരിക്കൽ സസൂക്ഷ്മം ഒന്ന് നിരീക്ഷിച്ചു. ഈ കുട്ടിയെ കത്രിക വെച്ച് കഴുത്തിന് കത്തിവെച്ച്, അതല്ലെങ്കിൽ അവയവങ്ങൾ ഇങ്ങനെ കത്തിരിച്ചു നുറുക്കി ഗർഭപാത്രത്തിലേക്ക് പ്രത്യേകമായ ആയുധങ്ങൾ ഇറക്കിയിട്ട് കുത്തിയിട്ട് അതിനെ കഷ്ടിക്കുന്ന ആ രംഗം സൂക്ഷ്മമായി ഒന്ന് അദ്ദേഹത്തിനൊരിക്കൽ കാണാൻ കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സ് പതറിപ്പോയി എന്നാണ്. ഒരു കാലത്തും ഇനി ഇത് ചെയ്യാൻ പാടില്ല. ഭ്രൂണഹത്യയുടെ വിരോധിയായിക്കൊണ്ടാണ് അയാൾ മരിച്ചത് എന്നാണ് അയാളെ പറ്റിയുള്ള റെക്കോർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം കുരുന്നിന്റെ അടുത്തേക്ക്, ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് കത്രികയും ആയുധവും ഒക്കെ നീളുമ്പോൾ ആ കുട്ടി പേടിച്ച് നിലവിളിക്കുന്ന ഒരു ശബ്ദമുണ്ട് എന്നാണ്. ആ കുഞ്ഞ് പേടിച്ചലറി നിലവിളിക്കുന്ന, ഉള്ളിലേക്ക് പേടിച്ച് ചുളുങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട് എന്നാണ്. നമ്മുടെ കേരളത്തിലും പലയിടത്തുമൊക്കെ അതിന്റെ ഒരു ദൃശ്യത്തിന്റെ ഒരു ചിത്രം പലയിടത്തും പ്രദർശിപ്പിച്ചിരുന്നു, ഇസ്ലാമികമായ പ്രദർശന നഗരികളിൽ. അത് കണ്ടവരുടെ മനസ്സ് പൊട്ടും. അത് കണ്ടവർക്ക് അത് കഴിയില്ല. അതൊരിക്കലും ഇനി ചെയ്യരുതേ എന്നൊരു മനുഷ്യന്റെ മനസ്സ് പറയും. അത്രത്തോളം ക്രൂരമായ കൊലപാതകമാണ്, ഏറ്റവും മനുഷ്യത്വരഹിതമായ വളരെ മോശമായ സംഗതിയാണ് ആ രൂപത്തിൽ അബോർഷൻ നടത്തുന്നത്. ഇസ്ലാം അബോർഷൻ നടത്തണമെങ്കിൽ അതിനൊക്കെ ചില നിർബന്ധിത സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കുരുന്നിനെ വയറ്റിൽ വെച്ച് തന്നെ നശിപ്പിക്കണമെങ്കിൽ അതിനൊക്കെ വളരെയേറെ ഷർത്തുകളും നിയമങ്ങളും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇയാൾ പറയുന്നു അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ സൗജന്യമായിട്ട് എല്ലായിടത്തും, ഇപ്പൊ തന്നെ വലിയ കാശ് കൊടുത്തിട്ടാണ്. പണ്ടൊക്കെ ബോർഡ് വെച്ചു. പണ്ടത്തെ ബോർഡ് അന്ന് ചെലവ് അത്രേ ഉണ്ടാവുള്ളായിരിക്കാം. 500 രൂപ മുടക്കി 5 ലക്ഷം ലാഭിക്കുക. എന്തിനാ? ഈ ഗർഭസ്ഥ ശിശു ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാനുള്ള പരിശോധനക്കുള്ള ഫീസ് അന്ന് 500 കൊടുത്ത് പരിശോധിച്ചിട്ട് പെണ്ണാന്ന് ഉറപ്പുവരുത്തി ഇപ്പൊ തന്നെയാണ് കൊന്നാളി. എന്നാ പിന്നെ സ്ത്രീധനം കൊടുക്കണ്ട 5 ലക്ഷം ഭാവിയിൽ എന്ന് പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ. നമ്മൾ മനസ്സിലാക്കണം, അത്രത്തോളം ഈ സമൂഹത്തിൽ നിയമം കൊണ്ട് വിരോധിക്കപ്പെട്ട ഒരു രാജ്യമായിരുന്നിട്ട് പോലും ഇത്രത്തോളം ഭ്രൂണഹത്യ നടക്കുന്നുണ്ടെങ്കിൽ നിയമം കൂടി അതിന് അനുവാദം കൊടുത്താൽ കോരങ്ങനെ ഏണി വെച്ചു കൊടുക്കല്ലേ കൃഷ്ണയ്യരെ? ചിന്തിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? ഈ സമുദായം എങ്ങോട്ടാ? ഒരു മനുഷ്യൻ, ഒരു മെഡിക്കൽ വിദ്യാർത്ഥി പഠിക്കുന്ന അവസരത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ടാ പുറത്തു പോരുന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ ജന്മത്തിന് ഞാനെതിരെ കത്തിവെക്കില്ല,
ഒരു ജന്മത്തെയും അറിഞ്ഞുകൊണ്ട് ഞാൻ നശിപ്പിക്കില്ലെന്ന് പ്രതിജ്ഞ എടുക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയാ പിന്നെ പുറത്തിറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ഈ മേഖലയിലൂടെ കാശുണ്ടാക്കുകയാണ്. അവിഹിത ഗർഭം അലസിപ്പിക്കാൻ മാത്രം പേര് കേട്ട ഡോക്ടർമാരും ഗൈനക്കുമാരും ഹോസ്പിറ്റലുകളുമൊക്കെ മനുഷ്യത്വത്തിന് ക്രൂരമായ വിനോദം നടത്തിയിട്ട് പണമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള അധ്വാനങ്ങൾ, ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് ശക്തി പകരാൻ മാത്രമേ കൃഷ്ണയ്യരുടെ ഈ പ്രായം ചെന്ന സമയത്തുള്ള ഈ ആരോഗ്യമില്ലാത്ത ഈ റിപ്പോർട്ടിനും കഴിയൂ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം അതിന് ശക്തമായ എതിരാണ്. ഭ്രൂണഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന, ഗർഭഛിദ്രത്തിന് അനുവാദം കൊടുക്കുന്ന, ഇങ്ങനെ എല്ലായിടത്തും സൗജന്യമായി ഗർഭഛിദ്രം വേണമെന്ന് പറഞ്ഞ സമൂഹത്തിൽ വേറെന്തൊക്കെ കുഴപ്പമുണ്ടാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇവിടെ അല്ലെങ്കിൽ തന്നെ സമൂഹത്തിൽ ആണും പെണ്ണും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത നിലക്ക് മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോ ഈ നിയമം കൊണ്ടുവന്നു, ആളുകൾ ഒച്ച വെച്ചാ പിൻവലിക്കും. ഗവൺമെന്റ് നോക്കുകയാണ്, ഒരേറെ ഇട്ടുതരും. പ്രതികരണം ഉണ്ടോ ആളുകൾക്ക്? ഇത് മനസ്സിലാക്കാൻ മാത്രം ആയാൽ ഈ നിയമം നടപ്പിൽ വരും. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? ആരും ഭയപ്പെടണ്ട. കാരണം എല്ലാവരും ഇപ്പൊ കോളിലൊക്കെ ഉണ്ടാക്കിയപ്പോ മുഖ്യമന്ത്രി ഇപ്പൊ അവസാനം പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് എന്താണ്? ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് സമഗ്രമായി പഠിച്ചുകൊണ്ട് മാത്രമേ ഇത് പാസ്സാക്കുകയുള്ളൂ. ധൃതി പിടിച്ച് ഈ സർക്കാർ ഇത് പാസ്സാക്കുകയില്ല. അത്രയെങ്കിലും നല്ലത്. ഇപ്പൊ അതിങ്ങനെ ആൾക്കാർക്ക് പ്രതികരണം ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വിഷയാവില്ല. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഓരോ നിയമങ്ങൾ കൊണ്ടുവരില്ലേ? നമ്മുടെ നാട്ടിൽ മുമ്പ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം എന്നറിയോ? ഈ മദ്രസയിലും സ്കൂളിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വേറെ ഇരിക്കണമൊക്കെ മാറ്റിയിട്ട് ഇടകലർത്തിയിരുത്തണം. അതിന് നിയമം. ഒരാണ് ഒരു പെണ്ണ്, ഒരു പെണ്ണ് ഒരാണ്, ഇങ്ങനെ ഒരേ ബെഞ്ചിലും തന്നെ ആണും പെണ്ണും ഇടകലർത്തിയിരുത്തണം ആണ് വേണ്ടത്. നിയമം കൊണ്ടുവരാൻ നോക്കി. ശക്തമായ എതിർപ്പ് കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായി. പിൻവലിച്ചു ആ നിയമം. ആ പ്രതികരണമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോവും. അതിനിപ്പോ എന്താ തകരാറ് എന്ന് ലായിലായിലുള്ള ചൊല്ലണ മാപ്പിളയും ചോദിക്കൽ തുടങ്ങും. അപ്പൊ തകരാറുണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ നിയമം വരും. ഇതൊക്കെ എവിടേക്കാ പോകുന്നത്? ഇസ്ലാമിന്റെ ഇസ്സത്ത് അറിയാത്തത് കൊണ്ട്, മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് പ്രതികരണ ശേഷി നമുക്ക് നഷ്ടപ്പെടരുത്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് ജനസംഖ്യയുടെ ആധിക്യം കൊണ്ടാണ് ദാരിദ്ര്യം എന്നത് ശുദ്ധ ബോഷ്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ജനപ്പെരുപ്പം കാരണത്താൽ കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇന്ന് അവരുടെ അഭിപ്രായങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ പല രാജ്യങ്ങളും അങ്ങനെ പറഞ്ഞു, കുട്ടികൾ വേണ്ട. ആ രാജ്യത്തുള്ള പെണ്ണുങ്ങളൊന്നും പ്രസവിക്കാൻ തയ്യാറില്ലാതെയായി. ആ നാട്ടിൽ കുട്ടികളില്ല. ഇപ്പൊ എന്താണ് ആ രാജ്യങ്ങളൊക്കെ മടക്കി പറയണ്? വമ്പിച്ച ആനുകൂല്യം. ഒന്നിലേറെ രണ്ടിലേറെ പ്രസവിക്കുന്ന ദമ്പതികൾക്ക് വമ്പിച്ച ആനുകൂല്യം. ആ രാജ്യങ്ങളിൽ പാതാ ബോർഡ് എന്ത്? ധാരാളം പ്രസവിക്കുന്നവർക്ക് വലിയ ആനുകൂല്യമാണ്. ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതാണ് ആ രാജ്യത്തൊക്കെ. എന്താ? രണ്ടിലേറെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവിടെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു. പ്രത്യേകമായ പദവിയുണ്ട്, സ്ഥാനമുണ്ട്, ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യമുണ്ട്. കൃഷ്ണയ്യരുടെ റിപ്പോർട്ട് നടപ്പിലായാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ? മൂന്നാമതൊരു കുട്ടി അഥവാ ഉണ്ടായാൽ ആ കുട്ടിക്ക് സർക്കാരിൽ നിന്നുള്ള ഒരാനുകൂല്യവും ഒരു പരിഗണനയും കൊടുക്കാൻ പാടില്ല എന്നാണ് കരട് നിർദ്ദേശത്തിലുള്ളത്. മറ്റുള്ള രാജ്യങ്ങളൊക്കെ നടപ്പിലാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സിദ്ധാന്തം നമ്മൾ ഇപ്പൊ അങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇവിടെ നടപ്പിലാക്കാൻ നോക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ സമുദായത്തിനെ ഈ ലോകത്തെ ഇതാദ്യമായി പഠിപ്പിച്ചത് 1866 ജനിച്ച് 1834 ചരമം പ്രാപിച്ച മരിച്ചുപോയ ഒരു തോമസ് മാൽത്തൂസ് എന്ന് പറയുന്ന മാൽത്തൂസിയൻ സിദ്ധാന്താണ്. എന്ത്? ജനപ്പെരുപ്പാണ് എല്ലാ ദാരിദ്ര്യത്തിനും കാരണം എന്ന് പറഞ്ഞത് മാൽത്തൂസ് എന്ന് പറയുന്ന ഒരു തോമസ് ആണ്. അയാളുടെ തിയറി ആയതുകൊണ്ട് ഇത് മാൽത്തൂസിയൻ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നു. പൊട്ടത്തരാണ്. കാരണം അയാൾ പറയുന്നത് എന്താ? അയാൾ സമർത്ഥിച്ചത് ഇവിടെ ജനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ വിഭവങ്ങളുടെ കുറവും രണ്ടും കൂടി റേഷ്യോ, അതിന്റെ അനുപാതം പറയുന്നു. ഇവിടെ ഭക്ഷ്യവിഭവങ്ങളൊക്കെ എത്ര ഉണ്ടാവുന്നുള്ളൂ? 1, 2, 3, 4, 5, 6 ഇങ്ങനെ പതുക്കെയാണ് അത്. ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ അത്രേ ഉണ്ടാവുന്നുള്ളൂ. കുട്ടികൾ ഉണ്ടാവുന്നതോ 1, 2, 4, 8, 16, 32 എന്ന റേഷ്യോ എന്ന അനുപാതത്തിൽ ആ കുട്ടികൾ ഉണ്ടാവുള്ളൂ. അപ്പൊ കുട്ടികൾ ഉണ്ടാകുന്നതിനനുസരിച്ച്, ജനം പെരുകുന്നതിനനുസരിച്ച് ഇവിടെ കാർഷികമായ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഒന്നും ഇവിടെ വളരുന്നില്ല. അതുകൊണ്ട് കടുത്ത പട്ടിണിയിലേക്ക് നീങ്ങും. അതുകൊണ്ട് കുട്ടികളൊക്കെ ഒഴിവാക്കണം. നമ്മുടെ നാട്ടിൽ 975 അടിയന്തരാവസ്ഥ പാസാക്കിയപ്പോ അന്ന് എല്ലാവരും പല രാജ്യത്തിലെയും ആളുകൾ ഉത്തർപ്രദേശിലൊക്കെ മുസ്ലിമീങ്ങളെ പിടിച്ചു നിർത്തിയിട്ട് നിർബന്ധ വന്ധ്യംകരണം നടത്തി മുറിച്ചു വിട്ടു. ആണുങ്ങളെയൊക്കെ കഴിവ് നശിപ്പിച്ചു. കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ അന്ന് വലിയ ആനുകൂല്യങ്ങൾ നൽകി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. വന്ധ്യംകരണ ശസ്ത്രക്രിയക്ക് വിധേയരാകുന്ന ആളുകൾക്ക് അന്ന് പറഞ്ഞ എന്താണ്? സർക്കാർ 200 രൂപ തരാ, ചോന്ന ബക്കറ്റ് തരാ, തോർത്തുമുണ്ട് തരാ, സോപ്പ് തരാ. ആ ആനുകൂല്യം പറഞ്ഞിട്ട് ഒരുപാട് പാവങ്ങൾ പോയിട്ട് മുറിച്ച്, കുറെ ആണുങ്ങൾ മുറിച്ച്, പെണ്ണുങ്ങൾ മടക്കി വെച്ച്, പലതും ചെയ്ത്. അങ്ങനത്തെ എത്ര ആളുകൾക്ക് പിന്നീട് കുട്ടികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയപ്പോൾ
പിന്നെ ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചോ? അള്ളാഹ് കൊടുക്കുന്ന കഴിവാണ് പ്രിയപ്പെട്ടവരെ സന്താന സൗഭാഗ്യം. നമ്മൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാതെ വിഷമിക്കുന്ന എത്ര ദമ്പതികളുണ്ട്. അള്ളാഹ് നൽകുന്ന ഈ ഔദാര്യത്തെ നശിപ്പിക്കുന്നവനേക്കാൾ ക്രൂരൻ ആരാണുള്ളത്? ഒരു കുഞ്ഞിക്കാല് കാണാൻ സൗഭാഗ്യമില്ലാതെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ സന്തതികളെ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എത്ര വേദന അവർക്ക് അറിയൂ. എന്നിട്ടാണ് ഇവിടെ ചിലർ പറയുന്നത് പാടില്ല, നശിപ്പിക്കണം. അള്ളാഹ് പറയുന്നു അത് അള്ളാഹ് നൽകുന്ന ഔദാര്യമാണ്. യഹബു ലിമൻ യശാഉ ഇനാസാ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനം വഇനാസാ വയജഅലു മൻ യശാഉ അഖീമാ. അള്ളയാണ് തീരുമാനിക്കുന്നത്. ചിലർക്കവൻ പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചിലർക്കവൻ ആൺമക്കളെ മാത്രം കൊടുക്കും, ചിലർക്കവൻ ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി കൊടുക്കും, ചിലരെ അവൻ ഒന്നും നൽകാതെയും വിടുന്നതാണ്. അള്ളാന്റെ തീരുമാനമാണ്. പക്ഷേ ആ ഒരു അനുഗ്രഹത്തെ പിച്ചിക്കീറാനും ജന്മം നൽകപ്പെട്ടതിനെ വയറ്റിൽ വെച്ചതിനെ കത്രിക്കാനും അതിനെ നശിപ്പിച്ചു കളയാനും ഏത് ക്രൂര മനസ്സുള്ളവനാണ് സാധിക്കുക? ഇസ്ലാം അത് മഹാപാതകമായി കാണുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ വിഭവങ്ങളുടെ കമ്മി രാജ്യത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കൂ. ഇപ്പോൾ നമ്മുടെ ലോകത്തിന്റെ ജനസംഖ്യ എത്രയാണ്? ഇപ്പൊ എത്തിയിട്ടുള്ളത് എത്രയാണെന്നാ പറയുന്നത്? ഈ 700 കോടി എന്ന് കൂട്ടിക്കോ. 2050 ആവുമ്പോഴേക്ക് 900 കോടിയെ മാക്സിമം ആവുക ജനങ്ങൾ. 1000 കോടി അപ്പുറമുള്ള ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടത് ഇവിടെ ഭൂമിയിൽ ഉണ്ട് എന്നാ പറയുന്നത്. പിന്നെന്താ ഈ പ്രശ്നം? കിട്ടിയോ മൂടി വെക്കാണ്, കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നില്ല. ഇവിടെ വിഭവങ്ങളുടെ കമ്മിയല്ല, ഈ രാജ്യത്തേക്ക് അല്ലാഹ് വേണ്ടതൊക്കെ ഇറക്കിയിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഇവിടെയുള്ള ഒരു ജന്തുവിനും അല്ലാഹ് ഇതിന്റെ റിസ്ക് കണക്കാക്കാതല്ല. ഒരു ജന്തു, നമ്മുടെ മനുഷ്യന്റെ കാര്യം മാത്രമൊന്നുമല്ല, നമ്മൾ അറിയാത്ത എത്ര ജീവികൾ ഈ ഭൂമിയിലുണ്ട്. വായുവിലൂടെ സഞ്ചരിക്കുന്നുണ്ട്, കടലിലുണ്ട്. കരയിലുള്ളതിന്റെ 3 ഇരട്ടിയോളം കടലിൽ എത്രയോ ജീവികളുണ്ട്. അവർക്കൊക്കെ അന്നം കൊടുക്കുന്നത് നമ്മളാ. നമുക്ക് ചുറ്റുഭാഗത്ത് നമ്മുടെ പറമ്പിൽ എത്ര ജീവികളുണ്ട്, മണ്ണിനടിയിൽ എത്ര ഉണ്ട്, എത്ര നമ്മൾ കാണുന്നവയുണ്ട്, കാണാത്തവയുണ്ട്. കോടാനുകോടി ജീവികൾ ഈ ഭൂമുഖത്തുണ്ട്. അവക്കൊക്കെ അന്നം നൽകാൻ പടച്ചവന്റെ ഖജനാവിലുണ്ട് എന്നാ അല്ലാഹ് പറയുന്നത്. വായ കീറിയവൻ അവർക്ക് അന്നവും നിശ്ചയിച്ചിട്ടുണ്ട്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അല്ലാഹ് പറയുന്നത്. വിശ്വാസമുണ്ടോ മുസ്ലിമിനെ? അല്ലാഹയാണ് പറയുന്നത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ. സ്വന്തം റിസ്ക് വഹിച്ച് നടക്കാനോ അതിന് ശേഷിയോ ഇല്ലാത്ത എത്രയെത്ര ജന്തുക്കളുണ്ട്. അല്ലാഹയല്ലേ അവർക്ക് റിസ്ക് കൊടുക്കുന്നത്. ഇവിടെ വേണ്ടത്ര വിഭവങ്ങളുണ്ട്. പിന്നെന്താ പ്രശ്നം? കിട്ടിയോല് അടക്കി വെക്കുകയാണ്. അടക്കി വെക്കുക. ഇസ്ലാം പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി സമൂഹത്തിൽ ഉള്ളവരോട് ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. നിർബന്ധമായ സക്കാത്ത് നിശ്ചയിച്ചു. നിർബന്ധ സക്കാത്തിന്റെ പുറമെ മറ്റു സ്വതക്കകൾ നിശ്ചയിച്ചു. എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി. ഇവിടെ പലപ്പോഴും ലോകത്തിന്റെ ഒരു ഭാഗത്ത് പട്ടിണി കിടക്കുമ്പോ മറ്റൊരു രാജ്യത്ത് കടലിൽ ടൺ കണക്കിന് ഗോതമ്പ് കെട്ടിത്താഴ്ത്തിയ ലോകമാണ് നമ്മുടെ ലോകം. എന്തേ? അവരുടെ കൺട്രോളിൽ വില പിടിച്ചു നിർത്താനേ. ഇതാണ് ഒന്നാകെ വിട്ടാ വില കുറയും. അപ്പൊ മാർക്കറ്റിൽ അവർക്ക് അങ്ങനെ അമേരിക്കയുടെയും അതുപോലെ ചില മേലാളന്മാർക്ക് വലിയ സമ്പന്ന വർഗത്തിന് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബി ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുള്ള ഈ വിഭവങ്ങളെ അവർ സ്വകാര്യമായി കൈകാര്യം ചെയ്യുകയാണ്, പിടിച്ചു വെക്കുകയാണ്. അത് വിതരണത്തിന്റെ ക്രമത്തിൽ ഇസ്ലാം നിശ്ചയിച്ച യഥാർത്ഥത്തിലുള്ള പാതയെ പിൻപറ്റിയിരുന്നുവെങ്കിൽ ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാവില്ല. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്തൊരു കാലം വരുന്നു പറഞ്ഞില്ലേ? അത് വന്നിട്ടുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ശരിയാ, വെറുതെ പ്രസംഗിക്കാൻ പറയുന്ന ചരിത്രമൊന്നുമല്ല. ചരിത്രത്തിൽ നമുക്ക് കാണാം, സംഭവിച്ചതാണ്. അപ്പൊ ചുരുക്കത്തിൽ ജനം ഇവിടെ കൂടിയത് കൊണ്ട് ഇവിടെ റിസ്ക്കൊന്നും കുറയൂല. ആ പേടിയൊന്നും ആർക്കും വേണ്ട. ഇസ്ലാം അതിന്റെ പേരിൽ ആരും ഈ കഴിവിനെ നശിപ്പിക്കാനും പാടില്ല. അപ്പൊ അതിനൊക്കെ പ്രോത്സാഹനം കൊടുത്ത് ആ രൂപത്തിലുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾക്കൊക്കെ നിയമപരമായ പരിരക്ഷ നൽകണം എന്ന് പറഞ്ഞ് രാജ്യമൊട്ടാകെ തോന്നിവാസത്തിലേക്ക് യുവാക്കളെയും യുവതികളെയും കയറൂരി വിടുന്ന നിയമമാണ്. ഈ നിയമം വന്നാൽ നമ്മുടെ കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്നത്. അതിവിടെ വരാൻ പാടില്ല. അതിനെതിരെ എല്ലാവരും പ്രതികരിക്കേണ്ടതുണ്ട്. നാം ഇസ്ലാമിക ശരീഅത്തിന്റെ മേന്മയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇസ്ലാമിക ശരീഅത്ത് കുറ്റമറ്റതാണ്. അതിലെ എല്ലാ നിയമങ്ങളും എല്ലാ കാലത്തേക്കും യോജിച്ചതാണ്. അതുപോലെ ഒരു നിയമം ഒരാൾക്കും
കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അത് പടച്ച റബ്ബിനാലുള്ള നിയമമാണ്. ആ നിയമത്തിൽ എല്ലാം ഉണ്ട്. അതിലേക്ക് മടങ്ങലാണ് ശാശ്വതമായ സുരക്ഷിതത്വത്തിനുള്ള പരിഹാരം. ഇതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്നെയും നിങ്ങളെയും ഉത്ബോധിപ്പിക്കുവാനുള്ളത്. സർവശക്തനായ നാഥൻ നാം ഉൾക്കൊള്ളുന്ന ഇസ്ലാമികമായ നിയമങ്ങളെ, ശരീഅത്തിനെ, അതിൻ്റെ മേന്മ പറയാനും അത് പ്രചരിപ്പിക്കാനും അത് ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാം വിരുദ്ധ ശക്തികൾ നടത്തുന്ന എല്ലാ വിധത്തിലുള്ള കുതന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. ഇസ്സത്തോടുകൂടി എന്നും ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബുൽ ആലമീൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ الرحيم واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته. السلام عليكم.